ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡിന്നർ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഡിന്നർ വ്ളോഗ് എന്ന് പറയുമ്പം ഞാൻ ഇന്ന് ചപ്പാത്തിയും സോയ ചങ്ക്സും അങ്ങനെ ഒരു സോയ ചങ്ക്സ് ഒരു മസാലക്കറി പോലെയാണ് അങ്ങനെ എന്തെങ്കിലും വെക്കാൻ വിചാരിച്ച്. അപ്പോൾ എവിടെയെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ വ്ളോഗ് ചെയ്യാം, അങ്ങനെ പിന്നെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കുക കേട്ടോ. മീൻസ് എയർ ഫ്രയറിൽ ഞാൻ ഓൾറെഡി ഇത് മാരിനേറ്റ് ചെയ്തതാണ്. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തത് സാധാരണ പോലെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ടേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മളെ സോയ ചങ്ക്സ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുക, ഉപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഒരു 200 ഗ്രാം സോയ ചങ്ക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഞാൻ വേവിക്കുന്നുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റോളം അങ്ങനെ വേണ്ടി വരും, എന്നാലേ വെന്തെന്നൊരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ വെന്തതിന് ശേഷം അത് ആ വെള്ളത്തിൽ നന്നായിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ പൊക്കി നല്ല വൃത്തിയായിട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ചപ്പാത്തി മാവ് തയ്യാറാക്കാം. 2 വലിയ കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, മൈദ എടുത്താലും മതി. 2 കപ്പ് വീറ്റ് ഗോതമ്പ്, അങ്ങനെ 4 കപ്പായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടോട്ടൽ എല്ലാം കൂടി. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ നമ്മളെ ഉപ്പ്, പിന്നെ ഒരു മുട്ട. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം വെള്ളത്തിൽ, ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചപ്പാത്തി കുഴക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇതെങ്ങനെ ഉണ്ട്. അപ്പോൾ എനിക്കെന്തോ കുറച്ചും കൂടി വെള്ളം വേണമെന്നൊരു സംശയം. അപ്പം പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുത്ത്, എന്നിട്ട് നമ്മൾ ഇത് ബോൾസായിട്ട് മാറ്റി വെച്ചിട്ട് പരത്തിയെടുക്കുക. ജസ്റ്റ് സാധാരണ പോലെ തന്നെ പരത്തിയെടുക്കുന്നത്, വേറെ കാര്യമായിട്ടൊന്നും അതിൽ ആഡ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പൊടിയിട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് പരത്താതെ അങ്ങനെ പരത്തിയെടുക്കുക. അങ്ങനെ പുറത്ത് നല്ലൊരു തണുപ്പായതുകൊണ്ട് തന്നെ കിച്ചണിൽ ഇങ്ങനെ വേഗം പണിയെടുത്തിട്ട് വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കാൻ തോന്നും. അപ്പോൾ ചപ്പാത്തിയും കറി ആയിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് ചിക്കനും ഉണ്ടല്ലോ. അപ്പം ചിക്കൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഗ്രില്ലായോ എയർ ഫ്രയറിൽ ശരിയായോ എന്ന്. അപ്പോൾ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ഇതേപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്താ പറയുക, വെള്ളം പോക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിലെ ബാക്കിയുള്ള വെള്ളവും ഇങ്ങനെ പിഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ആണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉള്ളി മുറിക്കണം, കുറച്ച് തക്കാളി മുറിക്കണം, പച്ചമുളക് മുറിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 5-6 ഏലക്കായ്, പിന്നെ ഗ്രാമ്പൂ, പിന്നെ ഒരു ഇത്തിരി ഉലുവ, അതെല്ലാം കൂടി ഒന്നൊരു മൂത്ത മണം വരില്ലേ ഇങ്ങനെ. ആ ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഉള്ളി കേട്ടോ ഞാൻ എടുത്തത്. ആ ഉള്ളി ഒന്ന് ചെറുതായിട്ട് തിന്നായിട്ട് മുറിച്ചതാണ് അത്. പിന്നെ 1 ടീസ്പൂൺ ഗാർലിക്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, 2 തക്കാളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ഞാൻ കുറച്ചൊന്ന് ഉപ്പൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ വഴറ്റി വരുമ്പോൾ നമുക്ക് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്നും കൂടി വഴറ്റി എന്താ പറയുക, നല്ലൊരു ഇതായിട്ട് വരൂലേ, ആ സമയം കൊണ്ട് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇറച്ചി മസാലയാണ്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് ഇറച്ചി മസാലയാണ്, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ ഒരു പച്ച കുത്തുന്ന മണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ചൂടുവെള്ളം മുങ്ങുന്നത് വരെ നമ്മൾ ഉരുളക്കിഴങ്ങ് മുങ്ങി ഇങ്ങനെ നിൽക്കൂലേ പാകത്തിന്, അങ്ങനെ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം അതങ്ങോട്ട് വേവിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചപ്പാത്തി
ഞാൻ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ മേലെ നെയ്യ് വേണമെങ്കിൽ തടവി കൊടുക്കാം, ഒരു ടേസ്റ്റിന് നല്ലതായിരിക്കും. ഞാൻ നെയ്യ് ഒന്നും തടവുന്നില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണ് സാധാരണ പോലെ തന്നെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഒന്നും കൂടി വേവാനുണ്ട്, കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ വേവും. ഇപ്പോൾ ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു കുറച്ച് 1 ടീസ്പൂൺ നമ്മളെ ഇതില്ലേ ഉലുവ, മേത്തി ലീവ്സ്, അതിട്ട് കൊടുക്കുക. അപ്പോൾ അതും ഇളക്കിയതിന് ശേഷം നമ്മൾ സോയ ചങ്ക്സും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കുക. എനിക്കെന്തോ ഉപ്പ് പോരാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് മൂടി നല്ലോണം വേവിച്ചെടുക്കുകയാണ്. ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പം അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തീ ഒന്ന് സ്ലോ ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് വീണ്ടും ഇളക്കി മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഉപ്പൊക്കെ റെഡി ആയിട്ടോ. അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ മല്ലിച്ചപ്പും കൂടി ഇട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടോ പണി കഴിഞ്ഞ് നമ്മളെ സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. മസാലക്കറി ചപ്പാത്തി ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചപ്പാത്തിയും സോയ ചങ്ക്സ് മസാലക്കറിയും റെഡി ആയിട്ടുണ്ട്. ചെറിയ പീസ് അടിപൊളിയായിട്ടുണ്ട്. സദ്യ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.